ഹായ് ഓൾ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ന്യൂസ് പേപ്പർ വെച്ചിട്ടുള്ള ഒരു അടിപൊളി റിവ്യൂസ് ആണ്. എന്തായാലും നമ്മുടെ വീട്ടിലൊക്കെ ന്യൂസ് പേപ്പർ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഐഡിയ നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു ഷീറ്റ് പേപ്പർ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ ഇതുപോലെ നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. മൂന്നായിട്ടാണ് ഫസ്റ്റ് ഇതുപോലെ നീളത്തിൽ ഫോൾഡ് ചെയ്തെടുക്കുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവിടെ കണ്ട ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ നമ്മൾ 3 പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ശേഷം ഫസ്റ്റ് പീസ് നമ്മൾ എടുക്കുന്നുണ്ട്. എന്നിട്ട് എന്തെങ്കിലും ഒരു നമ്മൾ ഇതുപോലെയുള്ള ഒരു പെൻസിലോ അല്ലെങ്കിൽ ഞാനിവിടെ ഒരു ബ്രഷാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. പേപ്പർ ട്യൂബ്സ് ആണ് നമ്മൾ ഫസ്റ്റ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഫൈനലി നമ്മൾ ഇതുപോലെ ഫെവിക്കോൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം ഇതുപോലെ ഒന്ന് ഒട്ടിച്ചും കൂടി ഫിക്സ് ആക്കി വെക്കുന്നുണ്ട്. ഇതുപോലെ നമ്മളപ്പോൾ 3 പേപ്പർ ട്യൂബ്സ് ആണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് നമ്മൾ പിന്നെ ഈ ഒരു ബ്രഷും കൂടി ഇനി പുറത്തെടുത്ത് മാറ്റുന്നുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ അടുത്തതും ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെയുള്ള 2 എണ്ണമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത ശേഷം ഇതുപോലെ ഒന്ന് ആക്കി റെഡിയാക്കി എടുക്കാം. ഇന്ന് നമ്മൾ റെഡിയാക്കാനായിട്ട് പോകുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വളയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നുകിൽ നമ്മുടെ അതേ സൈസിനുള്ള വളയെടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു പേപ്പർ ട്യൂബ് ഒന്ന് വെച്ച് കൊടുത്ത് നമ്മളൊന്ന് ഒട്ടിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ ടിന്നിൻ്റെ ഒരു അടപ്പാണ് ഇവിടെ എടുക്കുന്നത്. ഏകദേശം നമ്മുടെ അതേ സൈസിന് ഉള്ള ഇതുപോലെയുള്ള നമ്മൾ വസ്തുക്കൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഫസ്റ്റ് തന്നെ അതെടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയും കൂടി വേണം. എന്നിട്ട് രണ്ടാമത്തെ ആ ഒരു ട്യൂബും കൂടി നമ്മൾ വെച്ചിട്ട് റെഡിയാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ പഴയ വളകൾ അതുപോലെ തന്നെ നിറം മങ്ങിയ വളകൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് കളയേണ്ട ആവശ്യമില്ല. അതിന് ഒരു പുതിയ ലുക്ക് കൊടുക്കാനുള്ള ഒരു ബെസ്റ്റ് ഐഡിയയുടെ വീഡിയോയും കൂടി നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതിൻ്റെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനിയിപ്പം നമുക്ക് ഇത് നമ്മുടെ അടപ്പിൽ നിന്നും ഇനി വിട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അടുത്തതായിട്ട് ഞാനിവിടെ ഇതുപോലെയുള്ള ഒരു പീസ് ക്ലോത്താണ് എടുക്കുന്നത്. നമ്മുടെ പഴയ തുണി ഏതെങ്കിലും എടുത്താൽ മതി. ഏതൊക്കെ ഡിസൈനുള്ളതുണ്ടോ അതൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ഇതുപോലത്തെയാണ് ഇവിടെ എടുക്കുന്നത്. അത്യാവശ്യം ഇതുപോലെ ഏകദേശം നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ച ആ ഒരു സർക്കിൾ ഷേപ്പിന് അതേ സൈസിലുള്ള ആ ഒരു സ്ട്രിപ്പിൻ്റെ രീതിക്ക് ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ ജസ്റ്റ് ഫെവിക്കോൾ ഒന്ന് ഇതിൻ്റെ ഉള്ളിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. എന്നാലും ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു ഫിനിഷിങ് കിട്ടുന്നതായിരിക്കും. ഇനി അടുത്തതായിട്ട് ഇതിലും കുറച്ചുകൂടി ഒരു വീതിക്കുള്ള ഇതുപോലെ ഒരു പീസ് തുണി നമ്മൾ ഇതിൻ്റെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഉള്ളിലായിട്ടുള്ള ആ ഒരു ഭാഗത്ത് ഒന്ന് ഫെവിക്കോൾ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അവിടെ മുതൽ ജസ്റ്റ് ഒട്ടിച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഉൾഭാഗത്ത് തന്നെ ഇടവിട്ട് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി സെക്യൂർ ആയിട്ടിരിക്കും. ഏറ്റവും പുറമേ കാണുന്ന ഭാഗത്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഈ ഒരു രീതിക്ക് തന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിയെടുത്ത് ഒട്ടിച്ചെടുക്കാം.
ഇനി കത്രിക വെച്ചിട്ട് ആ ഒരു നൂലൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അല്ലാന്നുണ്ടെങ്കിൽ ലൈറ്റർ ഒന്ന് ജസ്റ്റ് വെച്ച് കൊടുത്താലും മതി, നല്ലതായിട്ട് സെറ്റായിട്ട് കിട്ടും. ഇനി ഞാൻ ദേ ഇതുപോലെ നമ്മുടെ ഡ്രസ്സുകളിലൊക്കെ ചിലപ്പോൾ ഉണ്ടാവുമല്ലോ ഇതുപോലെയുള്ള സ്റ്റോൺസും ഒക്കെ, അപ്പോൾ അത് എടുക്കുക. അതിനുശേഷം ദേ ഇതുപോലെ നമുക്ക് ഇടവിട്ട് 4 സ്റ്റോൺസ് എന്നുള്ള രീതിക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ ഐഡിയ അനുസരിച്ചിട്ട് ചെയ്യാവുന്നതാണ്, ഡിസൈൻ പോലെയൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ നല്ല ഡിസൈനിലൊക്കെയുള്ള തുണിയൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊന്നും ആവശ്യമില്ല, അത് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി, നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ ചുറ്റിച്ച്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്കിൽ വന്നിട്ടുള്ളത്. എല്ലാവർക്കും ഇഷ്ടമായി കാണുന്നതിനെ പ്രതീക്ഷിക്കുകയാണ്. പേപ്പറാണെന്ന് കരുതി ഒട്ടും ബലമില്ലായ്കയൊന്നുമില്ല, നമ്മളത് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെയാണ് ഇതിരിക്കുന്നത്. ഇതുപോലെ നമ്മൾ ക്ലോത്ത് ഒന്ന് കവർ ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ നല്ല ഫിനിഷിങ്ങിലും കിട്ടും. അപ്പോൾ ഇതുപോലെ തന്നെ മറ്റൊരെണ്ണവും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അത് പിന്നെ കുറച്ച് ഡിസൈനൊക്കെയുള്ള തുണിയാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ന്യൂസ് പേപ്പർ വെച്ചിട്ടും ഇതുപോലെയൊക്കെ ചെയ്യാനിപ്പോൾ മനസ്സിലായില്ലേ? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുന്നതിനെ പ്രതീക്ഷിക്കുകയാണ്. ഇഷ്ടമായ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരിക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവരും സേഫായിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. താങ്ക്